ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഒളിവെടുത്ത് നടക്കണ്ട. ആ നിസ്കരിക്കുന്ന സമയത്തെങ്കിലും ഒളിവെടുക്കുമ്പോൾ നേരെ ഒന്ന് എടുത്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്കണ സമയത്തെങ്കിലും ഒളിവെടുക്കുമ്പോൾ നേരെ എടുക്കുവോ? എന്തൊരു വപ്രാളമെന്നറിയോ? ഓടി ഇങ്ങോട്ട് വരും ചെറുപ്പക്കാർ, ഓടി ഇങ്ങോട്ട് വന്നിട്ട് 3 പ്രാവശ്യം ഹൗദിനകത്ത് കൈയിട്ടൊരു മുക്കല, ഒരൊറ്റ മുക്കല് ഇങ്ങനെ അടിയാ, എന്നിട്ട് ഓടുക നിസ്കാരം. അല്ലാഹു അഅലം. പടച്ചോൻ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് 2 ചങ്ങാതിമാര് മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. മഗ്രിബ് നിസ്കരിക്കാൻ 2 ചങ്ങാതിമാര് പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദ് അവസാനത്തെ റക്അത്തിലാ, തഹയ്യാത്തിൽ എങ്ങാണ്ടിരിക്കുക. ഒരുത്തൻ എന്ത് ചെയ്തു? 2 പേരും പള്ളിയിൽ വെച്ച് പിരിഞ്ഞു. നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു, അളിയ നിനക്ക് നിസ്കാരം കിട്ടിയോ? അവൻ പറഞ്ഞു, ഞാൻ ഉളുവൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് നിസ്കാരം കഴിഞ്ഞ് എനിക്ക് ജമാഅത്ത് കിട്ടിയില്ല. ഞാനൊക്കെ ഉളുവെടുത്തിട്ട് വേണ്ടി വന്നപ്പോഴത്തേക്ക് ഇമാമ സലാം വിട്ടി, എനിക്ക് ജമാഅത്ത് കിട്ടിയില്ല. അപ്പം മറ്റേ പഹയം പറയുക, ഞാൻ ഉളുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എൻ്റെ ജമാഅത്തും പോയേനേന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അവൻ എന്നാ പറഞ്ഞേ? ഞാൻ ഉളുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എൻ്റെ ജമാഅത്തും പോയി. പൊട്ട ഒതു പോലും ഇല്ലാതെ കയറി നിസ്കരിച്ചിരിക്കണത്. ഇന്നത്തെ അവസ്ഥയെ നോക്കിക്കേ, ഈ ചെറുപ്പക്കാരൊക്കെ ഒളിവെടുക്കുന്നത് കണ്ട അള്ളാഹുവിനോ ഹൗലി തന്നെ മുക്കിയേക്കാൻ തോന്നും. തലകൂടെ മുക്കാൻ പറ്റുമെങ്കിൽ എന്തിനാടാ ചങ്ങാതി ഇങ്ങനെ ധൃതി കാണിക്കണേ? നീ പള്ളിയിൽ വന്ന് സമാധാനത്തോടെ ഒളിവെടുത്തിട്ട് പള്ളിക്കകത്ത് കയറുമ്പോ സക്കാഫി ഉസ്താദ് സലാം വീട്ടിയാലും നിനക്ക് പ്രതിഫലം കിട്ടൂലേ? നീ ഒളിവില്ലാതെ നിസ്കരിച്ചാലോ നിന്റെ ആക്കിബത്ത് പോലും മോശമാകില്ലേ? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഒളിവ് എന്താണെന്ന് ഇതുവരെ നമുക്ക് തിരിഞ്ഞിട്ടില്ല. അതാ എന്താണ് ഒളിവ്? ചുമ്മാ ഇങ്ങനെ എടുക്കണുണ്ടല്ലോ. ഈമാനുള്ള ഒരു ചങ്ങാതിയെ നിനക്ക് കാണണോ? താടിയും തഴമ്പൊന്നുമല്ല, അതിപ്പോ എല്ലാവർക്കും ഉണ്ടല്ലോ. താടിയിലും തഴമ്പൊന്നുമില്ല. ഇന്നത്തെ ഉസ്താദന്മാരെക്കാരും വലിയ താടി വളർത്തുന്ന ചെറുപ്പക്കാരെയൊക്കെ കാണാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത്രയും താടി നീട്ടി നടക്കണ ആൾക്കാരില്ലേ? ഉസ്താദന്മാർക്ക് താടിയല്ല, നമുക്കൊന്നും ഇല്ലപ്പാ. എന്നാ നമ്മളെക്കാളും വലിയ താടി, കഞ്ചാവ് അടിച്ചുകൊണ്ട് നടക്കുന്നവന് ഇന്നത്തെ താടിയുടെ നീളം ഉണ്ടല്ലോ. ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇമാം ഗസാലി തങ്ങൾ പറയുക, നാളെ രാവിലെ സുബഹിക്ക് പള്ളി വാ, എപ്പോഴെങ്കിലും വാ. ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ നീ പള്ളി വന്നിട്ട് ഹൗലിന്റെ ചാരത്ത് നിൽക്ക്, ഒളിവെടുക്കുന്ന സ്ഥലത്ത് നിൽക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യൻ സമാധാനത്തോടെ ഒളിവെടുക്കുന്നത് നീ കണ്ടാൽ, സൂക്ഷ്മതയോടുകൂടി സമാധാനത്തോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒളിവെടുക്കുന്നത് നീ കണ്ടാ, നീ ഉറപ്പിച്ചോ അവൻ ഈമാനുണ്ടെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. സമാധാനത്തോടുകൂടി ഒളിവെടുക്കുന്ന ഒരാളെ കണ്ടാ നീ ചിന്തിച്ചു കൊള്ളണം, ഓന് ഈമാനുണ്ടെന്ന്. ഒളിവെടുക്കുന്നത് എന്തിനാ നിനക്കറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമാണ് നമുക്ക് കളിയാ